ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഡോക്ടർ എ സി റാവ്. സെൻറ്റ് ജോൺസ് ഹോസ്പിറ്റലിൽ കാർഡിയോളജിസ്റ്റായി വർക്ക് ചെയ്യുന്നു. ഈ വരുന്ന സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനമാണ്. ഈ വേൾഡ് ഹാർട്ട് ഡേയിൽ നിങ്ങൾ ചില തീരുമാനങ്ങളിലെത്തിയാൽ നിങ്ങൾക്കും ഹൃദയാഘാതം തടയുവാനുള്ള സാധ്യത വളരെയേറെ കുറയ്ക്കാവുന്നതാണ്. എന്താണ് ഈ പോയിന്റ്സ്? ആ പോയിന്റ്സിന് ഞാനിവിടെ അവതരിപ്പിക്കും. പോയിന്റ് നമ്പർ 1, നിങ്ങളുടെ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 10 മില്ലിമീറ്റർ കുറച്ചാൽ, എന്താണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ? 120/80 എന്ന് പറയുന്നതിൽ 80 ആണ് ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ. ആ ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ 10 മില്ലിമീറ്റർ കുറച്ചാൽ പക്ഷാഘാതം വരാനുള്ള സാധ്യത 60%, ഹൃദയാഘാതം വരാനുള്ള സാധ്യത 40% കുറയ്ക്കുവാൻ സാധിക്കും. പോയിന്റ് നമ്പർ 2, ഹാനികരമായ കൊളസ്ട്രോളിനെ LDL കൊളസ്ട്രോൾ എന്ന് പറയുന്നു. LDL കൊളസ്ട്രോൾ 40% കുറച്ചാൽ, തുടക്കത്തിലെ കൊളസ്ട്രോൾ നോർമലായിരിക്കും, കൂടുതലായിരിക്കാം, അതിൽ പ്രസക്തിയില്ല. ഏത് ലെവലാണെങ്കിലും അതിനെ 40% കുറച്ചാൽ ഹൃദയാഘാതം വരാനുള്ള സാധ്യത 60%, പക്ഷാഘാതം വരാനുള്ള സാധ്യത 40% കുറയ്ക്കാൻ സാധിക്കും. എങ്ങനെയാണ് നമ്മൾ LDL കൊളസ്ട്രോൾ കുറയ്ക്കേണ്ടത്? ഒരു ഗുളിക അറ്റോർവാസ്റ്റാറ്റിൻ 10 മില്ലിഗ്രാം അഥവാ റുസുവാസ്റ്റാറ്റിൻ 5 മില്ലിഗ്രാം എടുത്താൽ LDL കൊളസ്ട്രോൾ ശരാശരി 40% കുറയ്ക്കുവാൻ സാധിക്കും. ഇതിൻ്റെ വില എത്രയാണ്? ജൻ ഔഷധി കടയിൽ നിന്ന് അറ്റോർവാസ്റ്റാറ്റിൻ വാങ്ങിച്ചാൽ 10 മില്ലിഗ്രാം ഗുളികയ്ക്ക് 1 രൂപയായിരിക്കും വില ശരാശരി. മൂന്നാമത്തെ പോയിന്റ് എനിക്ക് പറയാനുള്ളത് പ്രമേഹ രോഗികളോടാണ്. താങ്കളുടെ HbA1c 3-4 മാസത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട ടെസ്റ്റാണ്. അത് 7%-നേക്കാൾ കുറച്ച് വെച്ചാൽ ഹൃദയാഘാതം, പക്ഷാഘാതം, കാഴ്ച നഷ്ടപ്പെടൽ, കിഡ്നി ഡാമേജ്, കാലിൽ വ്രണങ്ങൾ വരിക, ഇവ തടയുവാൻ സഹായിക്കും. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യണം. താങ്ക് യു ഫോർ യുവർ അറ്റൻഷൻ.